അത് ഒട്ടും ഞെട്ടലുണ്ടാക്കുന്നതോ അപ്രതീക്ഷിതവുമായ ഒരു നീക്കമല്ല. കാരണം ഇതൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ED റെയ്ഡ്, ED കേസുകൾ, പിന്നീട് അത് ജയിലിൽ പോയി ജയിൽ മോചിതനായത്, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക BJPയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ഏത് വിധേനയും നശിപ്പിച്ച് അവർക്ക് ഡൽഹി പിടിക്കണം, അതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ BJPയെയും RSSനെയും വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയുടെ ഉദയം മുതൽ തന്നെ അതിന് RSS കണക്ഷൻ ഉണ്ടെന്നുള്ള ആക്ഷേപം കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ധാരാളമായി ഉയർന്നിരുന്നു. അത് വെറുതെ ഒരു ആക്ഷേപമല്ല, അതിൽ പങ്കാളികളാകുന്ന ആളുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ വരുന്ന ആളുകളൊക്കെ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും കേരളത്തിലുണ്ട് ഒരു ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വളരെ പ്രമുഖമായ പങ്കുവഹിച്ചത് RSSകാരാണ് എന്ന് പറയുന്നത് നമുക്ക് ഞെട്ടുണ്ടോ? ഇല്ല. കാരണം RSSകാരായ ആളുകൾ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഡൽഹിയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ എന്താണ് RSSന് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി BJPക്ക് ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് അവർ ചെയ്തത്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനെ അല്ലാതെ മറ്റൊരു പ്രതിപക്ഷം ഉണ്ടാവുക, അങ്ങനെ മറ്റൊരു പ്രതിപക്ഷം ഉണ്ടായാൽ കോൺഗ്രസിനെ തകർക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും കോൺഗ്രസ് ഉണ്ടാവരുത്. അതായത് BJPക്കെതിരെ പോരാടാൻ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് കോൺഗ്രസ് ഉണ്ടാവരുത്. പകരം RSSന് വഴങ്ങുന്ന, RSSൻ്റെ ഐഡിയോളജിയോട് അടുത്ത് നിൽക്കുന്ന വേറൊരു പാർട്ടി ഉണ്ടാവണമെന്ന് RSS ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ്. അതിൻ്റെ ഫലമായിരുന്നു നമ്മൾ 2010 മുതൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഇന്ത്യയിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയ സുനാമികളെല്ലാം തന്നെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ചരിത്ര നിയോഗം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെങ്കിലും അവർ കോൺഗ്രസിനെ നാമാവശേഷമാക്കി. ഗുജറാത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ഏതെങ്കിലും സാധ്യതകൾ അവർ ഇല്ലാതാക്കി. പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ ജയൻ കില്ലറായി അവർ മാറി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ സ്പോയിലർ ആവാൻ അവർക്ക് കഴിഞ്ഞു. വളരെ മികച്ച നിലയിൽ അവർ ചെയ്തു. ഡൽഹിയിൽ തുടർച്ചയായി ഭരണത്തിൽ വന്നു. ഡൽഹിയിലും ഇനി ആം ആദ്മി പാർട്ടിയുടെ ആവശ്യമില്ല എന്ന് RSSന് തോന്നി. BJP അത് ആ ഭരണം അവസാനിപ്പിച്ചു. ഇനി ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ അവിടെ തിരിച്ചു വരുമോ, അതല്ല സ്ഥിരമായി പ്രതിപക്ഷത്ത് നിൽക്കുമോ, അതല്ല കോൺഗ്രസിന് അവിടെ വളർന്നു വരുമോ, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇതൊരു സ്വാഭാവികമായ പരിണിതിയാണ് RSSനെ സംബന്ധിച്ച്. അത് പറയുമ്പോൾ പല ആം ആദ്മി പാർട്ടി സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടില്ല. ഇതൊരു RSS ഓഫ് ഷൂട്ടാണ് എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല, അതിനെതിരെ വിമർശനമൊക്കെ വരും, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം, നമുക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവുക. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ ആ ഐഡിയോളജി നമുക്കറിയില്ല. പക്ഷേ അവരുടെ സമീപനങ്ങൾക്ക്, അവരുടെ രാഷ്ട്രീയ പോളിസികൾക്ക് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്, സവിശേഷതയുണ്ട്. അത് RSSനെതിരല്ല. RSSനെതിരെ ഒരിക്കലും അരവിന്ദ് കെജ്രിവാൾ, RSSൻ്റെ ഐഡിയോളജി മോശമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയില്ല, ഒരു ആം ആദ്മി പാർട്ടിക്കാരനും പറയില്ല. BJPയെ അവർ വിമർശിക്കും, മോദിയെ വിമർശിക്കും, മോദി അഴിമതിക്കാരനാണെന്ന് വിമർശിക്കും, നോട്ട് നിരോധന അഴിമതിയായിരുന്നു പറയും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിഷയങ്ങളിലൊന്നും അവർ ഒരു നിലപാടും RSSനെതിരെ, BJPക്കെതിരെ പുലർത്തി നമുക്കറിയില്ല. മോദി അഴിമതി കാണിക്കും, അമിത്ഷാ അഴിമതി കാണിക്കും, അവർ വോട്ട് ചോരി നടത്തും, അവർ അത് ചെയ്യും, ഇത് ചെയ്യും, EDയെ വിടും, സെൻട്രൽ ഏജൻസികൾ ഉപേക്ഷിച്ച് പ്രതിപക്ഷത്തെ വെട്ടാണ്, ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും. പക്ഷേ കോർ ഐഡിയോളജിയോട് അവർക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വിവാദപരമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അതിപ്പോൾ കശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതാവട്ടെ, ബാബരി മസ്ജിദ് വിധിയാവട്ടെ, സുപ്രീം കോടതി വിധിയാവട്ടെ, രാം ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ, എന്ന് വേണ്ട ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തിലും അവർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നമുക്കറിയില്ല. ആ അഭിപ്രായം പറയാതിരിക്കുന്നതല്ല, അത് തന്ത്രപരമായ മൗനമാണ്. ആ തന്ത്രപരമായ മൗനം ഞങ്ങൾ ഈ ഐഡിയോളജിയോടൊപ്പമാണ് എന്നതുകൊണ്ടാണ്. ഇനി വേറെ ഒറ്റ ഉദാഹരണം പറയാം എന്തുകൊണ്ട് ഇതൊരു RSS ഓഫ് ഷൂട്ടാണ് എന്ന് പറയാനുള്ള ഒരു കാരണം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നു, അസംബ്ലി അധികാരത്തിൽ വന്നാൽ തൊട്ടുടനെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും BJP ജയിക്കുന്നു. അതെങ്ങനെയാണ് ആ വോട്ടർമാർക്ക് അങ്ങനെ സംഭവിക്കുക? ആ വോട്ട് ചെയ്യുന്നവർ എന്താണ്, BJPയുടെ ഒരു ലൈറ്റർ വേഷനാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഇവർ കൊള്ളാം, ഇവരിവിടെ ഇരുന്നോട്ടെ, അവിടെ മോദിജി വേണം എന്നാഗ്രഹിക്കുന്ന വോട്ടർമാരാണ് ആ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ഒരു കാര്യം. പിന്നെ രാഘവ് ചഡ്ഡയെ പറ്റി പറയുകയാണെങ്കിൽ, രാഘവ് ചഡ്ഡ എത്രയോ നാളായി അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം ലണ്ടനിലോ മറ്റോ ആയിരുന്നു. അദ്ദേഹം അതിനെതിരെ ഒന്ന് സംസാരിക്കുകയോ കെജ്രിവാളിൻ്റെ ഒപ്പം നിൽക്കുകയോ ചെയ്തില്ല. രാജ്യസഭയിലെ ഉപനേതാവ് കൂടിയായിട്ട് എത്രയോ കാലമായി അദ്ദേഹം മനസ്സുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു സോഫ്റ്റ് PR വർക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി. ഈ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്കാർ നടത്തുന്ന കൊള്ളയെക്കുറിച്ച് അദ്ദേഹം രാജ്യസഭയിൽ സംസാരിക്കുന്നു. എയർപോർട്ടിലെ വടയുടെയും പഫ്സിൻ്റെയും വിലയെക്കുറിച്ച് അദ്ദേഹം രോഷാകുലനാവുന്നു. മറ്റൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല. എയർപോർട്ടിലെ വടയുടെ വിലയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ആ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കൃത്യമായിട്ട് ആ ട്രജക്ടറി നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം, സഞ്ജയ് മിത്തൽ, അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പേര്, പഞ്ചാബിൽ നിന്നുള്ള MP അശോക് മിത്തൽ, മിത്തൽ ഒരു ബിസിനസ്സുകാരനാണ്. മിത്തലിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ ഈ മിത്തൽ ഉൾപ്പെടെയുള്ള, രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന് വേറെ മറുപടിയൊന്നും ആവശ്യമില്ല. ജിമ്മി, ഇത് എന്ത് ജനാധിപത്യമാണ്? കാരണം